അത്രക്കടി ഒറ്റയ്ക്ക് നിർത്തില്ല ഐസ് കേട്ടത്. ഒരു ടച്ച് കൊടുത്തട കേടിയത്. അടിപൊളി. Stupid! Idiot! ബാംഗ്ലൂർ ഒറ്റയ്ക്കാ വന്നത്? എന്ത് കോലാടിയത്? എന്താ അവളുടെ കോലത്തിനൊരു കുറവ്? നിനക്ക് അവള് മോളായിരിക്കും, എനിക്ക് അവളെന്റെ ആൺകുട്ടിയാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ്ട ആർച്ചേ. ചുമ്മാ ആണുകളിച്ച് നടന്നാ പോരാ, കെട്ടിച്ചു വിടാൻ പോണ പെണ്ണാ, ആ വിചാരം വേണം. ഓ, നിനക്ക് അപ്പഴാ ഈ കുടുംബബോധമൊക്കെ വന്നത്? പണ്ട് നീ കുടുംബം നോക്കാതെ സർക്കസ് കളിച്ച് നടന്നപ്പോഴല്ലേ ഇവിടെ തള്ളയാത്തത്? അതെ, അവള് ഭർത്താവിന്റെ അനിയന്റെ മോളായിട്ടല്ല, ഉണ്ണിയാർച്ചയുടെ മോളായിട്ടാ വളർന്നത്. അപ്പൊ കുറച്ച് ആണത്തൊക്കെ വേണം. വാ മോളെ, നമുക്ക് അകത്തു പോവാം. പറ മോളെ, എന്തൊക്കെ ഉണ്ടായിരുന്നു കോളേജിലെ വിശേഷങ്ങൾ? അവളുടെ സ്വഭാവം നിനക്കറിയാൻ മേലേ. കാര്യം നീ അവളുടെ അച്ഛനാ. പക്ഷെ റാണിമോൾ എന്തെങ്കിലും പറഞ്ഞാ ചിന്നമ്മ സഹിക്കുവോ? ഞാൻ കുടുംബം നോക്കാത്തവനാ, അതെന്റെ ഗതികേട് എന്ന് കരുതി എന്റെ മോളുടെ മുമ്പിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞ അണ്ണാക്കി പഴുത്ത ഇറക്കിയേ നിവർത്തിയുള്ളൂ. കെട്ടിയവനായ എന്നെ എന്തൊക്കെ പറയുന്നു, നീ അതെല്ലാം വിട്. ആകെ 2 അടി 4 ഇഞ്ചേ മുഴുപ്പുള്ളൂ. അമിതാഭ് ബച്ചൻ എന്നാ വിചാരം. എടാ, മനുഷ്യന്മാരെ പോലെ പൊക്കം വേണം, എന്നാലേ മക്കൾ വരെ അംഗീകരിക്കത്തുള്ളൂ. എന്താടോ ഇവിടെ ഉള്ള പുതപ്പ് തന്നെ ഇത്രയും നാളായിട്ട് പുതയ്ക്കാനൊക്കാതെ നടക്കുന്ന ഹതഭാഗ്യനാ ഞാൻ. ഇയാള് ചെല്ലേ കമ്പിളിപ്പതപ്പ്. ഇവനൊക്കെ ഒട്ടകപ്പക്ഷികളുടെ മുട്ട വെച്ച് വിരിച്ചതാന്നോ? നട്ടപ്പനെ പോലെ പൊങ്ങങ്ങ് പോവുക. നമ്മളെയൊക്കെ എന്തിനിങ്ങനെ ഉണ്ടാക്കി കളഞ്ഞോ?